കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത 3 ഡയമെൻഷനിൽ ഒരു കേർവ് അല്ലെങ്കിൽ ആ കേർവിന്റെ ഇക്വേഷൻ, ആ കേർവിനെ പാരാമെട്രിക് ഇക്വേഷൻ എഴുതുന്നു. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ആ പാരാമെട്രിക് ഇക്വേഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു, അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. ഇങ്ങനെയുള്ള കാൽക്കുലസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തത്. കാൽക്കുലസ് ഓഫ് വെക്ടർ ഫങ്ഷൻസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തത്. അതിൽ ചില കാര്യങ്ങൾ ഒന്നുകൂടെ റിവൈസ് ചെയ്യാം. സപ്പോസ് ഇതൊരു കർവ്, ഇതിനെ സി എന്ന് വിളിക്കാം. ഇതിൽ ഏത് പോയിന്റ് എടുത്താലും എക്സ് വൈ സെഡുകളായിരിക്കും. ആ എക്സും വൈയും സെഡും സാറ്റിസ്ഫൈ ചെയ്യുന്ന റിലേഷൻസ് ഉണ്ടാവും. അതിനെ നമ്മൾ ഇക്വേഷൻ ഓഫ് ദ കർവ് എന്നൊക്കെ വിളിക്കും. പക്ഷെ അവിടെ പറഞ്ഞിരുന്ന കാര്യം ഇതാണ്: 3 ഡയമെൻഷനിൽ ഒരു കർവ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കർവിലെ എക്സ് വൈ സെഡുകളെ ഇൻ ടേംസ് ഓഫ് സിംഗിൾ വേരിയബിൾ ടി അല്ലെങ്കിൽ ഒരു സിംഗിൾ വേരിയബിളിന്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇതിനെ പാരാമീറ്ററൈസ് ചെയ്യാൻ പറ്റും. ഇതിനെ കറസ്പോണ്ടിങ് പാരാമെട്രിക് ഇക്വേഷൻ എഴുതാൻ പറ്റും. അതായത് ഈ കർവിനെ ഒരു ആർ ഓഫ് ടി ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് ടി ഇൻറ്റു വൈ പ്ലസ് വൈ ഓഫ് ടി ഇൻറ്റു ജെ പ്ലസ് സെഡ് ഓഫ് ടി ഇൻറ്റു കെ എന്നുള്ള രീതിയിൽ എഴുതാൻ പറ്റും. where t is the parameter and t lies between some points a and b. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, നമുക്ക് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. dr by dt is dx by dt into I plus dy by dt into j plus dz by dt into k. അതിന് നമ്മൾ v of t എന്ന് വിളിച്ചു. and v of t യുടെ direction is tangential to the curve. And the unit vector tangent to the curve, അതിന് നമ്മൾ capital T എന്ന് വിളിച്ചു. and capital T is v of t divided by magnitude of v of t, അല്ലെങ്കിൽ dr by dt divided by magnitude of dr by dt. അതും അല്ലെങ്കിൽ r dash of t divided by magnitude of r dash of t. ഇങ്ങനെയൊക്കെ പറയാം. So t is unit vector tangential to the curve. അതേ ഡയറക്ഷനിൽ തന്നെയുള്ള ഒരു വെക്ടറാണ് v of t. ഈ r എന്നുള്ളത് എന്തെങ്കിലും ഒരു പാർട്ടിക്കിളിന്റെ മോഷന്റെ പൊസിഷനെ കാണിക്കുന്നതാണെങ്കിൽ v is the velocity vector. Velocity is tangential direction. ഈ വീഡിയോയിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലെങ്ത് ഓഫ് എ കർവ് ആണ്. ഒരു കർവിന്റെ ലെങ്ത്തിന്റെ കാൽക്കുലേഷൻ ആണ്. ആർക്ക് ലെങ്ത് കാണാൻ ഞാൻ ആദ്യം ഒരു 2 ഡയമെൻഷണൽ കർവ് എടുക്കാം. സപ്പോസ് അതിന്റെ പാരാമെട്രിക് ഇക്വേഷൻ r of t is equal to x of t into y plus y of t into j and a less than or equal to t less than or equal to b. അപ്പോൾ ടിയുടെ വാല്യൂ എ ആവുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റ് ആയത്, ടിയുടെ വാല്യൂ ബി ആവുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റ് ആയത്. ഇതിന്റെ ലെങ്ത് ആണ്. ഇതിനെ പല പല പീസുകളാക്കി ഡിവൈഡ് ചെയ്യുക. വളരെ ചെറിയ പീസ് എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഓൾമോസ്റ്റ് സ്ട്രൈറ്റ് ലൈൻ സെഗ്മെന്റ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇതിന്റെ സപ്പോസ് ഈ ഡയറക്ഷനിലെ ചേഞ്ചസ് dx ആണെന്ന് വിചാരിക്കൂ, ഈ ഡയറക്ഷനിലെ ചേഞ്ച് dy ആണെന്ന് വിചാരിക്കൂ. അങ്ങനെയാണെങ്കിൽ ആ സ്ട്രൈറ്റ് ലൈൻ സെഗ്മെന്റ് dx ന്റെ സ്ക്വയർ പ്ലസ് dy യുടെ സ്ക്വയർ എന്ന് വരും. അങ്ങനെയുള്ള ലെങ്ത്തുകൾ ആഡ് ചെയ്യുന്നു ഫ്രം ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ടു ദ എൻഡ് പോയിന്റ്, അല്ലെങ്കിൽ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു വിത്ത് റെസ്പെക്ട് ടു ടിയിലോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതിനെ ബൈ ഡി ടി ഹോൾ സ്ക്വയർ ആക്കുന്നു, dy ബൈ ഡി ടി ഹോൾ സ്ക്വയർ ആക്കുന്നു ഇൻടു ഡി ടി. ഇന്റഗ്രേറ്റ് ചെയ്യുന്നു ഫ്രം ഇ ടി. അപ്പൊ ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് അതിനെ പറയാം. സോ ദ ലെങ്ത് ഓഫ് ദ കർവ് is given by integral a to b root of dx by dt the whole square plus dy by dt the whole square dt. ഇതേ കാര്യം 3 ഡയമെൻഷനിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്താൽ if r of t is equal to x of t into y plus y of t into j plus z of t into k, a less than or equal to t less than or equal to b, ഇതൊക്കെ 3 ഡയമെൻഷനിൽ ആണ്. അപ്പോൾ 3 ഡയമെൻഷനിൽ ഇങ്ങനെ കിടക്കുന്നു. സ്റ്റാർട്ടിംഗ് പോയിന്റ് is corresponding to t is equal to a, end point is corresponding to t is equal to b. Then length is given by integral a to b root of dx by dt the whole square plus dy by dt the whole square plus dz by dt the whole square.
പക്ഷെ ഇവിടെ ആർ ഓഫ് ടി എന്നുള്ളത് എക്സ് ഓഫ് ടി ഇൻറ്റു ഐ പ്ലസ് വൈ ഓഫ് ടി ഇൻറ്റു ജെ ആണെങ്കിൽ ഡി ആർ ബൈ ഡി ടി ഡി എക്സ് ബൈ ഡി ടി ഇൻറ്റു ഐ പ്ലസ് ഡി വൈ ബൈ ഡി ടി ഇൻറ്റു ജെ ആണ്. അപ്പൊ ഇത് ശരിക്ക് ഈ ആർ ഡാഷ് ഓഫ് ടിയുടെ മാഗ്നിറ്റ്യൂഡാണ്. അപ്പൊ ഇതിനാണ് ഇങ്ങനെ എഴുതാൻ, ദിസ് ഇസ് ഇന്റഗ്രൽ എ ടു ബി മാഗ്നിറ്റ്യൂഡ് ഓഫ് ആർ ഡാഷ് ഓഫ് ടി ഡി ടി എന്നും പറയാം. അല്ലെങ്കിൽ ദാറ്റ് ഈസ് സെയിം ആസ് ഇന്റഗ്രൽ എ ടു ബി മാഗ്നിറ്റ്യൂഡ് ഓഫ് വി ഓഫ് ടി എന്നും പറയാം. രണ്ട് രീതിയിൽ പറയുന്നേ ഉള്ളൂ. സോ ദിസ് ഇസ് ഇന്റഗ്രൽ എ ടു ബി മാഗ്നിറ്റ്യൂഡ് ഓഫ് ആർ ഡാഷ് ഓഫ് ടി ഡി ടി, അല്ലെങ്കിൽ ഇന്റഗ്രൽ എ ടു ബി മാഗ്നിറ്റ്യൂഡ് ഓഫ് വി ഓഫ് ടി ഡി ടി. പക്ഷെ ഇത് എന്റെ ലെങ്ത് കാണാവുന്നതാണ്, ഫസ്റ്റ് പോയിന്റ് മുതൽ ലാസ്റ്റ് പോയിന്റ് വരെ. പക്ഷെ ഇതേ കാര്യത്തിന് this point is corresponding to t is equal to a, this is corresponding to t equal to b. ഇനി in between ഏതെങ്കിലും ഒരു പോയിന്റ് വരെ ആണെങ്കിൽ ആർക്ക് ലെങ്ത് ഫംഗ്ഷൻ എന്ന് പറയും s of t is equal to integral a to t. അപ്പോൾ എക്ക് കറസ്പോണ്ടിങ് ഈ പോയിന്റ്, ടിക്ക് കറസ്പോണ്ടിങ് ഈ പോയിന്റ് ആണെങ്കിൽ ഇന്റഗ്രൽ എ ടു ടി ചുഡ് ഓഫ് വി ഓഫ് ടി ഡി ടി. ഈ എസ് എന്നുള്ളത് ടി വരെയുള്ളതാണ്. അപ്പൊ ടി എന്നുള്ളത് ടിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റ് വരെയുള്ളതാണ്. അപ്പൊ അത് മാറിക്കൊണ്ടിരിക്കും. അപ്പൊ അതിന്റെ അർത്ഥം ഓരോ പോയിന്റിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫസ്റ്റ് പോയിന്റ് മുതലുള്ള ലെങ്ത് നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് കാണാം. S of t is equal to, S depends on t. S is called arc length parameter. And arc length parameter എന്ന് പറയാനുള്ള കാരണം this depends, ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. S ഈ പോയിന്റ് മുതൽ കറസ്പോണ്ടിങ് ടു ടി ആവുന്ന പോയിന്റ് വരെയുള്ള ലെങ്ത് ആണ്. അപ്പൊ ടി എങ്ങനെ മാറി 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 പോവാം. അപ്പൊ എസ് ഓഫ് എ എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. എസ് ഓഫ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ടോട്ടൽ ലെങ്ത് ആണ്. എസ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ എ ടു ബി മാഗ്നിറ്റ്യൂഡ് ഓഫ് വി ഓഫ് ടി ഡി ടി ആയി നേരത്തെ പറഞ്ഞത് ടോട്ടൽ ലെങ്ത് തന്നെ. അപ്പൊ ഇതിനെ നമ്മൾ ആർക്ക് ലെങ്ത് പാരാമീറ്റർ എന്ന് വിളിക്കുന്നു. ആർക്ക് ലെങ്ത് അപ് ടു എ പോയിന്റ് ടി എന്ന് വേണമെങ്കിൽ പറയാം. ഓൾസോ ഡി എസ് ബൈ ഡി ടി, ഇവിടുന്ന് ഇങ്ങനെയും കൂടെ നമുക്ക് കിട്ടും. ഡി എസ് ബൈ ഡി ടി എസ് ഈ ഇന്റഗ്രലിന്റെ ഡെറിവേറ്റീവ് ആണ്. ആ ഇന്റഗ്രലിന്റെ ഡെറിവേറ്റീവ് നമുക്ക് വരാൻ പോകുന്ന മാഗ്നിറ്റ്യൂഡ് ഓഫ് വി ഓഫ് ടി ആണ്. ഇന്റഗ്രലിന്റെ ഡെറിവേറ്റീവ് എന്നുള്ളത് അപ്ലൈ ചെയ്യുന്നതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ ഇന്റഗ്രാൻഡ് ഏതോ അതിന്റെ അകത്ത് ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് ഈക്വൽ ആയിട്ട് വരും. സോ മാഗ്നിറ്റ്യൂഡ് ഓഫ് വി ഓഫ് ടി എന്നേ വരുള്ളൂ. ds by dt where s is the arc length parameter. അപ്പോൾ ഒരു കർവിന്റെ ലെങ്ത് കാണാൻ ആദ്യം പാരാമീറ്റർ ഇക്വേഷൻ എഴുതുക. എക്സും വൈയും സെഡും നോക്കുക, ഈ ഫോർമുല അപ്ലൈ ചെയ്യുക. ആർക്ക് ലെങ്ത് ഫംഗ്ഷൻ അല്ലെങ്കിൽ ആർക്ക് ലെങ്ത് പാരാമീറ്റർ എസ് കാണാൻ ഇന്റഗ്രൽ എ ടു ബി എന്നുള്ളതിന് പകരം ഇന്റഗ്രൽ എ ടു ടി ഇവാലുവേറ്റ് ചെയ്യും. ഇനി പലപ്പോഴും ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കാറുണ്ട്, ആർ ഓഫ് ടി അല്ലെങ്കിൽ ഒരു കർവിന്റെ ഇക്വേഷൻ പാരാമീറ്റർ ഇക്വേഷൻ ഒക്കെ തന്നിട്ട് ആർക്ക് ലെങ്ത് ഫംഗ്ഷൻ കാണാൻ വേണ്ടി പറയാം. എന്നിട്ട് ആർക്ക് ലെങ്ത് ഫംഗ്ഷന്റെ ടേംസിൽ വീണ്ടും ഏതിനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി പറയാം. ഈ കർവിന്റെ ഇക്വേഷനെ റീപാരാമീറ്ററൈസ് ഇൻ ടേംസ് ഓഫ് എസ് പറയാം. എസ് ഡിപെൻഡ്സ് ഓൺ ടി ആ. സപ്പോസ് എസ് നിങ്ങൾക്ക് അവസാനമായിട്ട് കിട്ടുന്നത് ഒരു ടിയുടെ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ ആയിട്ട് വരുവാണെങ്കിൽ അതിന്റെ അകത്ത് ടീനെ ഇൻ ടേംസ് ഓഫ് എസ് എഴുതാൻ പറ്റും. ടീനെ ഇൻ ടേംസ് ഓഫ് എസ് എഴുതിയിട്ട് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഇക്വേഷൻ ഉണ്ടാകത്ത് പിന്നെ ടി ഉണ്ടാവില്ല, പിന്നെ ഏതാ ഉണ്ടാവുള്ളൂ, എസ് എ ഉണ്ടാവുള്ളൂ. That parameter equation is the reparameterization of the curve in terms of the parameter s. അപ്പൊ അങ്ങനെയും ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. നോക്കാം ക്വസ്റ്റ്യൻസ്. Problem 1 നോക്കാം. Find the length of the arc of the helix c given by parameter equation തന്നിട്ടുണ്ട്. നമുക്ക് ഫോർമുല പ്രകാരം ആർക്ക് ലെങ്ത് ഇന്റഗ്രൽ a to b
magnitude of r dash of t dt. അല്ലെങ്കിൽ that is equal to integral a to b or root of dx by dt the whole square plus dy by dt the whole square plus dz by dt the whole square എന്നെഴുതാം. dt ഇവിടെയാണെങ്കിൽ x ഇതാണ് x, ഇത് y, ഇത് z. So this is ലിമിറ്റ് 0 to 2pi ആണ്, അതായത് ടിയുടെ ലിമിറ്റ് ആണ്. 0 to 2pi. ഇനി dx by dt എന്ന് പറയുന്നത് 2 cos t യുടെ ഡെറിവേറ്റീവ് minus 2 sin t the square plus dy by dt is 2 sin t യുടെ ഡെറിവേറ്റീവ്, that is 2 cos t യുടെ square plus dz by dt, that is 1 dt. That is equal to integral 0 to 2pi root of 4 into sin square t plus cos square t എന്ന് വരും, that is 1 plus 1 dt. ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്റഗ്രൽ 0 to 2pi sin square t plus cos square t 1 ആയി, അപ്പോൾ ഇത് √5 ആയി dt. √5 പുറത്ത്, ഇന്റഗ്രൽ 0 to 2pi dt. dt നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ t ആയി, ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2pi. സോ ആൻസർ is 2pi √5. അത്രയും യൂണിറ്റ്സ്. So that is the length of one arc of the helix. R of t is equal to 2 cos ti plus 2 sin tj plus tk. Problem 2, find the arc length between the points 001 to 101 of the helix. Y equal to sin 2pi x plus z is equal to cos 2pi x. അപ്പോൾ ഇതിൽ എക്സ് വൈ സെഡ് കളാണ് ഹെലിക്സിലെ പോയിന്റ്സ്. പക്ഷെ നമ്മൾ അതിനെ പാരാമെട്രിക് ഇക്വേഷൻ എഴുതുന്നു. ലെറ്റ് എക്സ് ഇസ് ഈക്വൽ ടു, ഞാൻ ടി എന്ന് എടുക്കുന്നു, ദെൻ വൈ ഇസ് സൈൻ 2pi x, സോ സൈൻ 2pi ti, ആൻഡ് സെഡ് ഇസ് ഈക്വൽ ടു കോസ് 2pi ti. ഇനി അത് തന്നെ ഇവിടെ എക്സിനെ നമ്മൾ ടി എന്ന് എടുത്തിരിക്കുന്നത്. ഇവിടെ രണ്ട് പോയിന്റ്സ് വന്നിരിക്കുന്നത് 001 തൊട്ടിട്ട് 101 ആണ്. അപ്പോൾ ഇതിൽ എക്സ് ഇസ് വേരിയിങ് ഫ്രം 0 to 1. അതിൻ്റെ അർത്ഥം നമ്മൾ ടി ആണല്ലോ എക്സ്. സോ 0 ലെസ് ദാൻ ടി ലെസ് ദാൻ 1. ഇതാണ് നമ്മൾ പാരാമെട്രിക് ഇക്വേഷൻ ഓഫ് ദ കർവ്. അല്ലെങ്കിൽ ആറിലേക്ക് മാറ്റിയാൽ വേണമെങ്കിൽ പാരാമെട്രിക് ഇക്വേഷൻ ഓഫ് ഗിവൺ കർവ്. R of t is equal to ti, that is xi, plus sin 2pi t j plus cos 2pi t k. Of course, 0 less than or equal to t less than or equal to 1. നമുക്ക് വേണ്ട ആർക്ക് ലെങ്ത് ആണ്. സോ ആർക്ക് ലെങ്ത് is integral a to b magnitude of r dash of t dt, or that is integral a to b or root of dx by dt the square plus dy by dt the square plus dz by dt the square dt. So that is equal to integral, the t the variation is from 0 to 1 or root of, now dx by dt is x t ആണല്ലോ, അപ്പോൾ dt by dt that is 1, so x t ആണ്, and y is sin 2pi t. Sin 2pi t യുടെ ഡെറിവേറ്റീവ് is cos 2pi t into ഒരു 2pi വരും. സോ 2pi cos 2pi t വന്നു, അതിൻ്റെ സ്ക്വയർ പ്ലസ് അതിൻ്റെ സ്ക്വയർ പ്ലസ് ഇതേപോലെ dz by dt, z is cos 2pi t. This cosന്റെ ഡെറിവേറ്റീവ് is minus sin 2pi t into ഒരു 2pi വരും, അതിൻ്റെ സ്ക്വയർ dt. So that is integral 0 to 1 or root of 1 plus സ്ക്വയർ ചെയ്യുന്ന സമയത്ത് 4pi സ്ക്വയർ രണ്ട് ടേമിലും ഉണ്ടാവും. ബാക്കി വരുന്നത് cos സ്ക്വയർ 2pi t പ്ലസ് sin സ്ക്വയർ 2pi t. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 1 ആയി. സോ ബാക്കി വരാവുന്നത് integral 0 to 1
റൂട്ട് ഓഫ് 1 പ്ലസ് 4 പൈ സ്ക്വയർ, അത് കോൺസ്റ്റൻ്റാ ഡി ടി. അത് പുറത്തെടുത്ത് കഴിഞ്ഞാൽ റൂട്ട് ഓഫ് 1 പ്ലസ് 4 പൈ സ്ക്വയർ ഇൻ്റഗ്രൽ 0 to 1 ഡി ടി വന്നു. ഡി ടിന് വിത്ത് റെസ്പെക്ട് ഡി ടി, സോ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ടി വന്നു, ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1 ആയി. ഇവിടെ ഒരു 4 പൈ സ്ക്വയർ ഉണ്ട്. സോ ആൻസർ ഇസ് റൂട്ട് ഓഫ് 1 പ്ലസ് 4 പൈ സ്ക്വയർ, അത്രയും യൂണിറ്റ്സ്. ഈ പ്രോബ്ലം നോക്കൂ. ഫൈൻഡ് ദ ആർക്ക് ലെങ്ത് ഫംഗ്ഷൻ അല്ലെങ്കിൽ ആർക്ക് ലെങ്ത് പാരാമീറ്റർ എസ് ഓഫ് ടി ഫോർ ദ കർവ് ഓർ ദ സർക്കിൾ. ആർ ഓഫ് ടി ഇസ് ഈക്വൽ ടു 2 cos ti പ്ലസ് 2 sin tj. Then reparameterize C. ഇപ്പോൾ ഇത് ഓൾറെഡി കർവിന്റെ ഇക്വേഷൻ തന്നിരിക്കുന്ന പാരാമെട്രിക് ഫോമിൽ x is equal to 2 cos t, y equal to 2 sin t എന്ന് വേണമെങ്കിൽ പറയാം. x square plus y square is equal to 4 എന്ന് പറയുന്ന സർക്കിൾ ആണ് ശരിക്കത്. And then reparameterize C in terms of the arc length parameter S. അപ്പോൾ പുതിയ പാരാമെട്രിക് ഇക്വേഷൻ വേണം. അതിലെ പാരാമീറ്റർ ഇവിടെ തന്നിരിക്കുന്ന കർവിൻ്റെ അകത്ത് t ആണ്. ഇവിടെ ഇതിൽ ടി ആണ് പാരാമീറ്റർ, പക്ഷെ നമ്മൾ പുതിയ പാരാമെട്രിക് ഇക്വേഷൻ്റെ അകത്ത് എസ് ആയിരിക്കണം പാരാമീറ്റർ. ശരി, അപ്പോൾ ആദ്യം നമുക്ക് ആർക്ക് ലെങ്ത് പാരാമീറ്റർ, ആർക്ക് ലെങ്ത് ഫംഗ്ഷൻ എസ് ഓഫ് ടി നോക്കാം. ആർക്ക് ലെങ്ത് പാരാമീറ്റർ എസ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to t മാഗ്നിറ്റ്യൂഡ് ഓഫ് വി ഓഫ് ടി ഡി ടി, അല്ലെങ്കിൽ that is integral 0 to t root of dx by dt the whole square plus dy by dt the whole square. That is integral 0 to t dx by dt. x ഇവിടെ തന്നിരിക്കുന്നത് 2 cos t ആണ്, and y is 2 sin t. ടിയുടെ വേരിയേഷൻ ഇസ് ഫ്രം 0 to 2π. നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കാണുന്നില്ല, ആർക്ക് ലെങ്ത് അല്ല കാണുന്നത്, പാരാമീറ്റർ ആണ്. സോ ഡി എക്സ് ബൈ ഡി ടി എന്ന് പറയുമ്പോൾ ഇവിടെ -2 sin t വരും, അതിൻ്റെ സ്ക്വയർ, പ്ലസ് dy ബൈ ഡി ടി 2 cos t വരും, അതിൻ്റെ സ്ക്വയർ, ഓഫ് കോഴ്സ് ഡി ടി ഉണ്ട്. സോ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് 4 sin square t പ്ലസ് 4 cos square t വരും. 4 പുറത്തെടുക്കാം, റൂട്ടിൻ്റെ അകത്ത് പുറത്തെടുക്കുമ്പോൾ 2 വരുള്ളൂ. ബാക്കി ഉള്ളിലുള്ളത് sin square t പ്ലസ് cos square t 1 ആയി. സോ ഡി ടി ആയി. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇൻ്റഗ്രൽ ഡി ടി ഇസ് ടി, ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ടി എന്ന് വരും, അപ്പോൾ 2t. സോ ദിസ് ഈസ് ദ ആർക്ക് ലെങ്ത് പാരാമീറ്റർ എസ് ഓഫ് ടി. നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് എസ് ഓഫ് ടി ഇസ് ഈക്വൽ ടു, അല്ലെങ്കിൽ എസ് ഇസ് ഈക്വൽ ടു 2t ആണ്. നമ്മുടെ കർവ്സ് ആർ ഓഫ് ടി ഇസ് ഈക്വൽ ടു 2 cos t i പ്ലസ് 2 sin t j ആയിരുന്നു. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു t ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2π. ഇത് ഓൾറെഡി പാരാമെട്രിക് ഇക്വേഷൻ ആണ്. നമുക്ക് ഇനി ഇത് വേണ്ടത് ഏതിൻ്റെ ടേംസിലോട്ട് മാറ്റണം? എസിൻ്റെ ടേംസിലോട്ട് മാറ്റണം, ഇനി ടി അല്ല. അപ്പോൾ ഇതിൽ എസ് ഈക്വൽ ടു 2t എന്ന് പറയുന്നതിൻ്റെ അകത്ത് നിന്ന് ടി എന്ന് പറഞ്ഞാൽ s/2 എന്ന് കിട്ടി. സോ ആർ ഓഫ് എസ് വേണം, നമുക്ക് ആർ ഓഫ് s/2 എന്ന് എഴുതാം, ഇസ് ഈക്വൽ ടു 2 cos t എന്നുള്ളത് s/2 ആയി പ്ലസ് 2 sin s/2 j, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു t എന്നുള്ളത് s/2 ആയി, അല്ലെങ്കിൽ എസിൻ്റെ വേരിയേഷനാണ് നമുക്കിവിടെ വേണ്ടത്. ടി ഈസ് വേരിയിങ് ഫ്രം 0 to 2π ആകുമ്പോൾ എസ് ഇസ് വേരിയിങ് ഫ്രം 0 to π. അപ്പോൾ ഇതാണ് ദ കറസ്പോണ്ടിങ് ആർക്ക് ലെങ്ത് പാരാമെട്രൈസേഷൻ. അതായത് നമ്മൾ ആ കർവിന് പാരാമെട്രിക്കേഷൻ എഴുതിയിരിക്കുന്നു, പക്ഷേ ഇവിടെ പാരാമീറ്റർ ഇസ് നോട്ട് ടി, ഇവിടുത്തെ പാരാമീറ്റർ ഇസ് എസ്, ദാറ്റ് ഇസ് ആർക്ക് ലെങ്ത് പാരാമീറ്റർ. അടുത്ത പോയിന്റ് നമ്മൾ നോക്കുന്നത് കർവേച്ചർ ഓഫ് എ കർവ്. The curvature of a curve is the rate at which t എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ടാൻജന്റ് വെക്ടർ ആയി. അപ്പോൾ കർവിന്റെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ടാൻജന്റ് നോക്കുക, ടാൻജന്റ് ഡയറക്ഷൻ യൂണിറ്റ് വെക്ടർ ആണ് ടി. അത് the rate at which t turns per unit length along the curve is called the curvature. അപ്പോൾ ഏതെങ്കിലും ഒരു കർവ് നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഓരോ പോയിന്റും ടി
is a unit vector. അതിങ്ങനെ ടേൺ ചെയ്യുന്നുണ്ട്. അത് ടേൺ ചെയ്യുന്നതിന്റെ റേറ്റ്, ടേൺ ചെയ്യുന്നതിന്റെ സ്പീഡ്, അതിന്റെ അർത്ഥം ടി നല്ലോണം ചേഞ്ച് വരുന്നുണ്ടെങ്കിൽ കർവേച്ചർ കൂടും. കർവേച്ചർ കൂടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല കേർവ് ഉണ്ടാവും. അപ്പൊ എപ്പോഴാണ് കർവേച്ചർ 0 ആവും? ടി ചേഞ്ച് വരുന്നില്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കേർവ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വരുമ്പോഴാണ് കർവേച്ചർ 0 വരും. സോ കർവേച്ചർ ഇസ് ദാറ്റ് മെഷർമെന്റ് ഓഫ് ദ ടേണിംഗ്. എത്രമാത്രം കേർവ് ചെയ്യുന്നു എന്നുള്ളതിന്റെ മെഷർമെന്റ് ആണ് കർവേച്ചർ. അപ്പൊ ടി ടേൺ ചെയ്യുന്നതിന്റെ റേറ്റ് denoted by kappa, that is equal to magnitude of dt by ds, where s is the arc length parameter ആണ്. So per unit length ആണ് നമ്മളോട് നോക്കുന്നത്. So dt by ds. ഇത് തന്നെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ that is equal to magnitude of dt by dt into dt by ds എന്ന് വരും. That is magnitude of dt by dt into 1 by ds by dt, where ds by dt is v of t. കാരണം s is equal to integral a to t magnitude of v of t dt ആയിരുന്നു. So ds by dt is magnitude of v of t. So ഇവിടെ 1 by already ഇവിടെ ഒരു magnitude ഉണ്ട്, ഇവിടെ magnitude ഉണ്ട്. So this is equal to 1 by magnitude of v of t into magnitude of dt by dt എന്നുള്ളതാണ്. Question നോക്കൂ. Find the curvature of a circle of radius a. കർവേച്ചർ കാണണമെങ്കിൽ ആദ്യം പാരാമെട്രിക് ഇക്വേഷൻ വേണം. എന്തായാലും ഈ സർക്കിളിന്റെ ഇക്വേഷൻ x square plus y square is equal to a square ആണ്. പാരാമെട്രിക് ഇക്വേഷൻ x is equal to a cos theta, y equal to a sin theta എന്ന് വരും. നമ്മൾ വെക്ടർ ഫോമിലൊക്കെ എഴുതി കഴിഞ്ഞാൽ r of t is equal to a cos t I plus a sin t j വരും. 0 less than or equal to t less than or equal to 2 pi. അപ്പോൾ ഇതായിരിക്കും എൻ്റെ പാരാമെട്രിക് ഇക്വേഷൻ. നമുക്ക് വേണ്ടത് കർവേച്ചർ ആണ്. കർവേച്ചർ ബൈ ഡെഫിനിഷൻ കപ്പ is equal to 1 by magnitude of v of t into magnitude of dt by dt. അപ്പോൾ ഇതിൽ ഓരോന്നോരോന്നായിട്ട് വേണം. v of t എന്ന് പറയുന്നത് dr by dt ആണ്. dr by dt നെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഏത് കിട്ടുക? v of t is dr by dt, അത് വേണം. And t is dr by dt divided by അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് dr by dt. അപ്പോൾ എന്തായാലും ആദ്യം വേണ്ടത് dr by dt ആണ്. So dr by dt is equal to a cos t നെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൈനസ് a sin t I പ്ലസ് a cos t j I. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് is dr by dt യുടെ മാഗ്നിറ്റ്യൂഡ് is root of a square sin square t plus a square cos square t എന്ന് വരും. That is equal to simplify ചെയ്യുന്ന സമയത്ത് a എന്നേ വരുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് വി ഐ, സോ വി ഓഫ് ടി is equal to കിട്ടി. ആൻഡ് ടി ഓഫ് ടി is equal to dr by dt divided by the magnitude, that is minus sin t I plus cos t j എന്ന്. Now നമുക്ക് അതിൻ്റെ അകത്ത് ഡി ടി ബൈ ഡി ടിയും കൂടി വേണം. അപ്പോൾ അതിനൊന്നും കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം വിത്ത് റെസ്പെക്ട് ടു ടി. സോ ദാറ്റ് ഈസ് മൈനസ് കോസ് ടി ഐ പ്ലസ് കോസ് ടിയുടെ ഡെറിവേറ്റീവ് സൈൻ മൈനസ് സൈൻ ടി, സോ മൈനസ് സൈൻ ടി ജെ. നൗ curvature. So curvature is equal to kappa is equal to 1 by magnitude of v, that is 1 by a, into magnitude of dt by dt, that is root of cos square t plus sin square t area. So that is equal to just only 1 by a.
So curvature is 1 by a. If y is equal to f of x is twice differentiable function, then show that curvature of y is equal to f of x is. അപ്പോൾ ഇത് ശരിക്ക് ഒരു ഫംഗ്ഷന്റെ ഇക്വേഷൻ കാർട്ടീഷ്യൻ ഫോമിൽ തരികയാണെങ്കിൽ അത് ഈവൻ പാരാമെട്രിക് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാതെ കർവേച്ചർ കാണാനുള്ള ഒരു മെത്തേഡ് ഡിറൈവ് ചെയ്യുകയും കൂടിയാണ് ചെയ്യുന്നത്. curvature of the function is equal to, or the graph is equal to, f double dash of x or y double dash of x divided by 1 plus y dash the whole square all raised to 3 by 2. അപ്പോൾ ഈ ഡെറിവേഷൻ ആണ് ശരിക്കും. Given curve is y is equal to f of x, or in parametric form ഇതൊരു 2-dimensional curve ആണ്. അപ്പോൾ അതിലെ പോയിന്റ്സ് ഒക്കെ എക്സ് വൈകളായിരിക്കും. ഇതാണ് curve എങ്കിൽ അതിലെ പോയിന്റ്സ് ഒക്കെ എക്സ് വൈകളായിരിക്കും. അപ്പോൾ അതിനെ പാരാമീറ്ററൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ എക്സിനെ ഒരു ടിയുടെ ടേംസിൽ, വൈനെ ടിയുടെ ടേംസിൽ. അപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ എടുക്കുകയാണ്, ലെറ്റ് എക്സ് ഇസ് ഈക്വൽ ടു ടി എന്ന് എടുക്കുകയാണ്. ദെൻ വൈ ഇസ് ഈക്വൽ ടു, നമുക്കിവിടെ പറഞ്ഞിരിക്കുന്നത് എഫ് ഓഫ് എക്സ് ആണ്. സോ ദാറ്റ് ഈസ് എഫ് ഓഫ് ടി എന്ന് വരും. അങ്ങനെയാണെങ്കിൽ ഈ കർവിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, ആർ ഓഫ് ടി ഇസ് ഈക്വൽ ടു എക്സ് ഐ പ്ലസ് വൈ ജെ, ദാറ്റ് ഈസ് ടി ഐ പ്ലസ് എഫ് ഓഫ് ടി ജെ എന്നെഴുതാം. നമുക്കിനി നമ്മളെ കർവേച്ചർ കാണാൻ വേണ്ടി ആവശ്യമുള്ളത് ഒന്ന് വി ഓഫ് ടി വേണം, ദാറ്റ് ഈസ് ഡി ആർ ബൈ ഡി ടി. ഡി ആർ ബൈ ഡി ടി ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു ടി ആണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്, പ്ലസ് എഫ് ഓഫ് ടിയുടെ ഡെറിവേറ്റീവ് എഫ് ഡാഷ് ഓഫ് ടി ഇൻറ്റു ജെ. ഇതാണ് വി ഓഫ് ടി. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സോ മാഗ്നിറ്റ്യൂഡ് ഓഫ് വി ഓഫ് ടി ഇസ് റൂട്ട് ഓഫ് 1 പ്ലസ് എഫ് ഡാഷ് ഓഫ് ടിയുടെ സ്ക്വയർ എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്കിനി വേണ്ടത് ക്യാപിറ്റൽ ടി ആ. ക്യാപിറ്റൽ ടി ഇസ് ഡി ആർ ബൈ ഡി ടി ഡിവൈഡഡ് ബൈ അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ്, ഡി ആർ ബൈ ഡി ടി ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡി ആർ ബൈ ഡി ടി. ഇതാണ് വരിക. സോ നമുക്കിങ്ങനെ കിട്ടും ഐ പ്ലസ് എഫ് ഡാഷ് ഓഫ് ടി divided by magnitude is 1 plus root of 1 plus f dash of t the whole square. ഇതാണ് ക്യാപിറ്റൽ ടി. അപ്പോൾ ഇവിടെയാണ് ചെറിയൊരു കോംപ്ലിക്കേഷൻ വരുന്നത്. സോ ദിസ് ഇസ് ഈക്വൽ ടു 1 by root of 1 plus f dash of t square into I plus f dash of t divided by root of 1 plus f dash of t സ്ക്വയർ ഇൻറ്റു ജെ. ഇതാണ് ക്യാപിറ്റൽ ടി. ഇവിടെയുള്ള കോംപ്ലിക്കേഷൻ, ഇതിനെ നമ്മൾ ഇനിയും ഡിഫറൻഷിയേറ്റ് ചെയ്യണം നമ്മൾ കർവേച്ചറിൻ്റെ ഫോർമുലയിലോട്ട് പോകുന്ന സമയത്ത്. സോ ഡി ടി ബൈ ഡി ടി, ഇപ്പോൾ എന്തായാലും കർവേച്ചറിൻ്റെ ഫോർമുല ഒന്നുകൂടെ എഴുതുന്നു. കെ ഇസ് ഈക്വൽ ടു 1 ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് വി ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡി ടി ബൈ ഡി ടി. സോ മാഗ്നിറ്റ്യൂഡ് ഓഫ് വി ഒക്കെ ഓൾറെഡി കണ്ടുവച്ചിട്ടുണ്ട്. നമുക്ക് ഡി ടി ബൈ ഡി ടി ആണ് വേണ്ടത്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ്. സോ ടി, സോ ഡി ടി ബൈ ഡി ടി ഇസ് ഈക്വൽ ടു, അപ്പോൾ ഇതിന് ഒന്നും കൂടെ വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഞാൻ എന്തായാലും ഓക്കെ, അപ്പോൾ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ആദ്യത്തെ ടേം ഇതാണ്, അതിൻ്റെ ഡെറിവേറ്റീവ്. സോ 1 ബൈ എക്സിൻ്റെ ഫോർമുല, സോ 1 ബൈ എക്സ് സ്ക്വയർ, ഡിനോമിനേറ്ററിൻ്റെ സ്ക്വയർ. ഡിനോമിനേറ്ററിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 1 പ്ലസ് എഫ് ഡാഷ് ഓഫ് ടി, ഞാൻ എഫ് ഡാഷ് ഓഫ് ടി എന്ന് എഴുതുന്നില്ല, എഫ് ഡാഷിൻ്റെ സ്ക്വയർ എന്ന് എഴുതുന്നു എളുപ്പത്തിന്. എഫ് ഡാഷ് സ്ക്വയർ ഇൻറ്റു, ഇനി ആ ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് വെച്ച് മൾട്ടിപ്ലൈ ആണ്, അത് റൂട്ടാണ്. റൂട്ടിൻ്റെ ഡെറിവേറ്റീവ് 1 ബൈ 2 റൂട്ട് എക്സ്. സോ 1 ബൈ 2 റൂട്ട് ഓഫ് 1 പ്ലസ് എഫ് ഡാഷിൻ്റെ സ്ക്വയർ എന്ന് വരും, ഇൻറ്റു ആ റൂട്ടിൻ്റെ ഉള്ളിലുള്ള ക്വാണ്ടിറ്റിയുടെ ഡെറിവേറ്റീവ് വെച്ച് മൾട്ടിപ്ലൈ ആണ്. സോ 2 എഫ് ഡാഷ് ഇൻറ്റു എഫ് ഡബിൾ ഡാഷ് എന്ന് വരും. അത്രയും ഐ പ്ലസ് രണ്ടാമത്തിന് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ അത് കോഷൻ റൂൾ അപ്ലൈ ചെയ്യണം. സോ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കോഷൻ റൂൾ അപ്ലൈ ചെയ്യുന്നു. സോ ഡിനോമിനേറ്റർ ഇൻറ്റു ഡിനോമിനേറ്റർ റൂട്ട് ഓഫ് 1 പ്ലസ് എഫ് ഡാഷിൻ്റെ സ്ക്വയർ
into numerator derivative, that is f double dash, minus numerator into, that is f dash, into denominator derivative. Denominator root ആണ്. So 1 by 2 root of 1 plus f dash in the square into റൂട്ടിൻ്റെ ഉള്ളിലുള്ള ക്വാണ്ടിറ്റീൻ്റെ ഡെറിവേറ്റീവ് വെച്ച് മൾട്ടിപ്ലൈ ആണ്. സോ 2f dash into f double dash. അത്രയും ചെയ്യും. കഴിഞ്ഞില്ല. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൻ്റെ സ്ക്വയർ. സോ 1 plus f dash സ്ക്വയറും കൂടെ വരും. So that is equal to ഈ ഡിനോമിനേറ്ററിലെ ഫസ്റ്റ് ടേമിൻ്റെ ഡിനോമിനേറ്റർ ഉള്ളതിന് നമുക്ക് 1 plus f dash into square the all raised to 3 by 2 എന്ന് എഴുതാം. സോ ബാക്കി ഉണ്ടാവുക മൈനസ് എഫ് ഡാഷ് ഇൻറ്റു എഫ് ഡബിൾ ഡാഷ് എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. അത്രയും ചെയ്യും. പ്ലസ് രണ്ടാമത്തേതിൻ്റെയും ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒരു റൂട്ട് ഓഫ് 1 plus f dash സ്ക്വയർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ വീണ്ടും ഏത് തന്നെ വരും, 1 plus f ഡാഷിൻ്റെ സ്ക്വയർ ദ ഓൾ റേസ് ടു 3 by 2 എന്ന് വരും. ന്യൂമറേറ്ററിൽ പിന്നെ ബാക്കി ഉണ്ടാവുക 1 plus f dash into square into f double dash minus f dash into square into f double dash. അത്രയും ചെയ്യും. സോ ആ ടേമിൻ്റെ അകത്ത് എഫ് ഡബിൾ ഡാഷ് പുറത്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എഫ് ഡാഷിൻ്റെ സ്ക്വയർ രണ്ടും കട്ട് ചെയ്ത് പോയിട്ട് വെറും എഫ് ഡബിൾ ഡാഷ് എന്ന് മാത്രമേ വരുള്ളൂ. സോ ടോട്ടലി രണ്ടിലും ഈ 1 by 1 plus f double dash into square the all raised to 3 by 2 എന്നുള്ളതുള്ളതുകൊണ്ട് ബാക്കി നമുക്ക് ഇത്രയേ വരുള്ളൂ. എഫ് ഡാഷ് ഇൻറ്റു എഫ് ഡബിൾ ഡാഷ് ഐ, ഇവിടെ ഐ ആണ്, നേരത്തെയും ഇതും ഐ ആണ്. പ്ലസ് എഫ് ഡബിൾ ഡാഷ് ചെയ്യും. ഇതാണ് ഡി ടി ബൈ ഡി ടി. നമുക്ക് വേണ്ട ഇതിൻ്റെയും മാഗ്നിറ്റ്യൂഡാണ്. സോ ഡി ടി ബൈ ഡി ടിയുടെ മാഗ്നിറ്റ്യൂഡ് ഇസ് ഈക്വൽ ടു, അപ്പോൾ ഈ ക്വാണ്ടിറ്റി അങ്ങനെ തന്നെ വരും, 1 plus f ഡാഷിൻ്റെ സ്ക്വയർ ദ ഓൾ റേസ് ടു 3 by 2. അതവിടെ ഉണ്ടാവും, മാറ്റമില്ല. ബാക്കിയുള്ളതിലെ വെക്ടർ വരുന്നുള്ളൂ, ബാക്കിയുള്ളതിൽ റൂട്ട് ഓഫ് ആദ്യത്തേൻ്റെ സ്ക്വയർ. സോ എഫ് ഡാഷിൻ്റെ സ്ക്വയർ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 by 1 plus f dash into square the all raised to 3 by 2 ഡിനോമിനേറ്ററിലുണ്ട്. ന്യൂമറേറ്ററിൽ എഫ് ഡബിൾ ഡാഷിൻ്റെ സ്ക്വയർ ആ റൂട്ടിൻ്റെ അകത്തുനിന്ന് പുറത്തെടുക്കാം. റൂട്ടിൻ്റെ അകത്തുനിന്ന് പുറത്തെടുക്കുന്ന സമയത്ത് അത് എഫ് ഡബിൾ ഡാഷ് മാത്രമേ വരുള്ളൂ. വീണ്ടും റൂട്ട് ഓഫ് ബാക്കി വരാൻ പോകുന്നത് 1 plus എഫ് ഡാഷിൻ്റെ സ്ക്വയർ പ്ലസ് 1 എന്നാണ് വരിക. അപ്പോൾ അത് ആ ഡിനോമിനേറ്ററിലുള്ളതുമായിട്ട് കുറച്ച് കട്ട് ചെയ്ത് പോകും. പിന്നെ ആ റൂട്ടിൻ്റെ അകത്തുനിന്ന് എഫ് ഡബിൾ ഡാഷ് ഓഫ് സ്ക്വയർ പുറത്ത് വരുമ്പോൾ അത് വെറും എഫ് ഡബിൾ ഡാഷ് അല്ല, അതിൻ്റെ മോഡുലസ് എന്നുള്ള രീതിയിൽ തന്നെ വരും. കാരണം റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ നോട്ട് ജസ്റ്റ് സിംപ്ലി എക്സ്, ദാറ്റ് ഇസ് മോഡ് എക്സ്. അപ്പോൾ ഇവിടെ വീണ്ടും അത് കട്ട് ചെയ്ത് പോകുന്നുണ്ട്. കട്ട് ചെയ്ത് പോകുമ്പോൾ നമുക്ക് ബാക്കി വരാവുന്നത് എഫ് ഡബിൾ ഡാഷിൻ്റെ മോഡുലസ് ഡിവൈഡഡ് ബൈ 1 plus എഫ് ഡാഷിൻ്റെ സ്ക്വയർ റേസ് ടു 1 രണ്ട് സൈഡിലും ക്യാൻസലായി. സോ റേസ് ടു 1 by 2 ആണ് ബാക്കി വരിക. ഇനി നമുക്ക് കർവേച്ചറിലോട്ട് പോകാം. കർവേച്ചർ ഇസ് 1 by മാഗ്നിറ്റ്യൂഡ് ഓഫ് വി ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ടി ടി ബൈ ഡി ടി. രണ്ട് നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. മാഗ്നിറ്റ്യൂഡ് ഓഫ് വി നമ്മൾ നേരത്തെ എഴുതി വെച്ചിരുന്നത് ഇതാണ്, 1 plus എഫ് ഡാഷിൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ അതിവിടെ കൊണ്ടുവന്ന് എഴുതിയാൽ, so this is 1 by 1 plus f dash in the square into f double dash in the modulus divided by 1 plus f dash in the square the all raised to 1 by 2. So raised to 1 ഉണ്ട്, 1 by 2, so total 3 by 2 വരും. That is f double dash in the modulus divided by 1 plus f dash in the square the all raised to 3 by 2. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നിരുന്നത് വേരിയബിൾ എക്സ് ആയിരുന്നു. ഞാൻ കഴിഞ്ഞ പാരാമെട്രിക് ഫോമിലോട്ടൊക്കെ മാറിയപ്പോൾ ടി ആയി. അവസാനം നമ്മൾ എളുപ്പത്തിന് വേണ്ടി ആ ടിയും ഒഴിവാക്കിയിട്ടാണ് എഴുതിയിരിക്കുന്നത്. സോ
നമ്മുടെ ഫോർമുല ഏതാണ്? കർവേച്ചറസ് ഇഫ് y is equal to f of x ആണ് ഫംഗ്ഷൻ എങ്കിൽ കർവേച്ചറസ് f ഡബിൾ ഡാഷ് ഓഫ് എക്സിന്റെ മോഡുലസ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് എഫ് ഡാഷ് ഓഫ് എക്സിന്റെ സ്ക്വയർ ദ ഹോൾ റേസ്ഡ് ടു 3/2. അപ്പൊ ഇത് നമുക്ക് ആവശ്യം വരും തന്നിരിക്കുന്ന കർവിന്റെ ഇക്വേഷൻ പാരാമെട്രിക് ഫോമിലാവുകയോ തന്നിരിക്കുന്ന കർവിന്റെ ഇക്വേഷൻ കാർട്ടീഷ്യൻ ഫോമിലാവുകയും അതിനെ പാരാമെട്രിക് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ട് വരികയോ അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടി കംഫർട്ടബിൾ ഈ രീതിയാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്കിത് ഉപയോഗിക്കാം. ഫൈൻഡ് ദ കർവേച്ചർ ഓഫ് y is equal to log cos x minus pi/2 less than x less than pi/2. രണ്ട് രീതിയിൽ നമുക്ക് കർവേച്ചർ കാണാം. ഒന്നെങ്കിൽ പാരാമെട്രിക് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ഡയറക്റ്റ് y is equal to f of x എടുത്തിട്ട്. ഇവിടെ ഇത് പാരാമെട്രിക് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാലും വലിയ പാരാമെട്രിക് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതിനേക്കാൾ എനിക്ക് തോന്നുന്നു നല്ലത് y is equal to f of x എന്നുള്ള രീതിയിൽ ചെയ്യുന്ന. സോ ലെറ്റ് f of x is equal to log cos x. then f dash of x എന്ന് പറഞ്ഞാൽ 1 by cos x into minus sin x വരും, അല്ലെങ്കിൽ minus tan x എന്ന് വരും. f double dash of x is 6 square x minus 6 square x. നമ്മുടെ ഫോർമുല പ്രകാരം കർവേച്ചർ മോഡുലസ് ഓഫ് f double dash of x divided by 1 plus f dash of x ന്റെ സ്ക്വയർ the all raised to 3/2 ആണ്. അപ്പോൾ ഇവിടെയാണെങ്കിൽ മോഡുലസ് ഓഫ് f double dash of x എന്ന് പറയുമ്പോൾ 6 square x വരിക divided by 1 plus f dash of x is minus tan x. അതിന്റെ സ്ക്വയർ is tan square x. all raised to 3/2 വരും. 1 plus tan square x is 6 square x. all raised to 3/2 വരുമ്പോൾ 2 കട്ട് ചെയ്ത് പോയിട്ട് c cube x ആയി. so 6 square x divided by c cube x എന്ന് വന്നു. ഒരെണ്ണം കട്ട് ചെയ്യുമ്പോൾ 1 by 6x ആയി. so that is equal to cos x. so ഓരോ പോയിന്റിലും കർവേച്ചർ is cos of x. കർവേച്ചർ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് സർക്കിൾ ഓഫ് കർവേച്ചർ. സർക്കിൾ ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞാൽ ഒരു കർവ് ഏതെങ്കിലും ഒരു പോയിന്റ് പി നമ്മൾ കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ആ പി എന്ന് പറഞ്ഞ പോയിന്റ് ഈ കർവിനോട് ചേർന്നുകൊണ്ട് നമുക്ക് വരയ്ക്കാൻ പറ്റുന്ന സർക്കിളിനെയാണ് സർക്കിൾ ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. പക്ഷേ ബൈ ഡെഫിനിഷൻ ആ മൂന്ന് കാര്യങ്ങൾ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഒന്ന്, ഈ സർക്കിൾ ലൈസ് ഓൺ ദ കോൺകേവ് സൈഡ് ഓഫ് ദ കർവ്. രണ്ട്, ഈ സർക്കിളിനും കർവിനും സെയിം കർവേച്ചർ ആണ്. മൂന്ന്, സർക്കിളിനും കർവിനും ഈ പോയിന്റില് സെയിം ടാൻജന്റ് ആണ്. So the circle of curvature of a curve of non-zero curvature, so not for a straight line, at a point P is that circle which lies on the concave side, has the same curvature of the curve, has the same tangent of the curve at the point P. Also, ഈ സർക്കിൾ സർക്കിൾ ഓഫ് കർവേച്ചറിന്റെ റേഡിയസിനെയാണ് റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് വിളിക്കുന്നത്. ദാറ്റ് is equal to, that is denoted by rho, and that is equal to 1 by curvature of the curve. കാരണം രണ്ടിനും സെയിം കർവേച്ചർ ആണ്. So 1 by curvature is the radius of curvature of the circle of curvature. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാം, റേഡിയസ് ഓഫ് കർവേച്ചർ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തു. ഒരു സർക്കിൾ ഓഫ് റേഡിയസ് x square plus y square is equal to a square ആയിട്ടുള്ള സർക്കിളിന്റെ കർവേച്ചർ 1/a എന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പൊ അതും ഇതുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കാര്യം മനസ്സിലാവും. സോ x square ഒരു സർക്കിൾ ഓഫ് റേഡിയസ് a നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, സപ്പോസ് ഇതിന്റെ റേഡിയസ് a ആണെങ്കിൽ എന്താ ഇതിന്റെ കർവേച്ചർ 1/a. That means k is equal to 1/a. എന്താ ഇതിന്റെ റേഡിയസ് a ആണ്. So a is equal to 1 by kappa. So kappa is equal to 1/a. So a is equal to 1 by kappa. അപ്പോൾ അതാണ് ഇവിടെ റിലേഷനിൽ പറഞ്ഞിരിക്കുന്നത്, rho is equal to 1 by kappa. അപ്പോൾ ക്വസ്റ്റ്യനിൽ റേഡിയസ് ഓഫ് കർവേച്ചർ കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് കണ്ടാൽ മതിയാവും?
കർവേച്ചർ കണ്ടാൽ മതിയാവും. കർവേച്ചർ കാണാൻ രണ്ട് രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഒന്ന് പാരാമെട്രിക് ഫോമിൽ തന്നിട്ടുള്ള കേസ് പറഞ്ഞു. രണ്ടാമത്തത് Cartesian formula y is equal to f of x. Curvature is given by kappa is equal to y double dash divided by 1 plus y dash the whole square all raised to 3 by 2. അപ്പോൾ ഇവിടെ entire curveന്റെ curvature നമുക്ക് വേണ്ടി വരില്ല. Radius of curvature, circle of curvature ഇതൊക്കെ ഏതെങ്കിലും ഒരു particular പോയിന്റിലാണ് വേണ്ടി വരിക. So kappa is equal to f double dash at that particular point p divided by 1 plus f dash of p the whole square the all raised to 3 by 2. ഇങ്ങനെയും വേണമെങ്കിൽ നമുക്ക് ഫോർമുല മാറ്റി എഴുതാം. ഇവിടെ എക്സ്പെക്ട് ചെയ്യാവുന്നത് ഒന്ന് ഈ ഡെഫിനിഷൻ, സർക്കിൾ ഓഫ് കർവേച്ചർ, കർവേച്ചറിന്റെ ഇവാലുവേഷൻ, അതേപോലെ തന്നെ റേഡിയസ് ഓഫ് കർവേച്ചർ കാണാൻ. റേഡിയസ് ഓഫ് കർവേച്ചർ കാണാൻ പറഞ്ഞാലും ഒക്കെയും എന്ത് തന്നെയുള്ളൂ, കർവേച്ചർ ആണ്, കാപ്പയുടെ ഇവാലുവേഷൻ ആണ്. റേഡിയസ് ഓഫ് കർവേച്ചർ 1 by കപ്പ. ഈ പ്രോബ്ലത്തിൽ ഫൈൻഡ് ദ റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് ദ പരാബോള y equal to x square at the origin. Radius of curvature by formula rho is equal to 1 by curvature ആണ്. ആൻഡ് കർവേച്ചർ രണ്ട് രീതിയിൽ നമ്മൾ കാണാറുണ്ട്. ഒന്നുകിൽ പാരാമെട്രിക് ഫോമിൽ ആക്കിയിട്ട്, അല്ലെങ്കിൽ കർട്ടീഷ്യൻ ഫോമിൽ y is equal to f of x എന്ന രീതിയിൽ. ഇവിടെ y is equal to f of x എന്ന് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ f of x എന്നുള്ളത് x square ആവും കർവിൽ. സോ f dash of x is 2x, f double dash of x is 2. So നമ്മുടെ ഫോർമുല പ്രകാരം k curvature is equal to modulus of f double dash of x divided by 1 plus f dash of x ന്റെ സ്ക്വയർ ആണ്, all raised to 3 by 2. പക്ഷെ ഇവിടെ കർവേച്ചർ അറ്റ് ദ പെർട്ടിക്കുലർ പോയിന്റ് ഒറിജിൻ ആണ് വേണ്ടത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് ഓരോന്നും ആ പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എഫ് ഡാഷ് ഓഫ് 0 0 ആയി, എഫ് ഡബിൾ ഡാഷ് ഓഫ് 0 is 2. അപ്പോൾ ഈ വാല്യൂസ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ 2 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ ആകെ 1 plus 0 all raised to 3 by 2 വരും. ദാറ്റ് ഈസ് അഗെയിൻ 2 ആണ്. Therefore റേഡിയസ് ഓഫ് കർവേച്ചർ is 1 by 2. പക്ഷെ ഇതേ കാര്യം നമുക്ക് പാരാമെട്രിക് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് ചെയ്യാം. പക്ഷെ ഇതിനേക്കാൾ കുറച്ചും കൂടി ലെങ്തി ആവും.